അങ്ങനെ അമേരിക്കയിലെ അടുത്ത ഗൺ വയലൻസ് ഇന്നലെ അമേരിക്കയിലെ കാലിഫോർണിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെ സാന്റിയാഗോ എന്ന് പറഞ്ഞ സിറ്റിയിൽ നടന്നു. അവിടെ മുസ്ലിങ്ങളുടെ ഒരു മോസ്കും അതിൻ്റെ ഒപ്പം തന്നെ ഒരു കമ്മ്യൂണിറ്റി സെൻ്റർ ആയിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്. അവിടെയാണ് ഇത് സംഭവിച്ചത്. മൊത്തം 5 പേര് മരിച്ചു. അതിൽ 3 സാധാരണ ആൾക്കാരും 2 ഈ ഗൺ വയലൻസ് നടത്തിയവരും. അങ്ങനെ 5 പേര് മരിച്ചു. ഇനി ആ മരിച്ച 3 സാധാരണക്കാരിലെ ഒരാൾ സെക്യൂരിറ്റി ഗാർഡാണെന്ന് പറയുന്നത്. ആ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ക്വിക്ക് ആക്ഷനും ബ്രേവറി ഇല്ലായിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ മരണം നടന്നേനെന്നാണ് പറയുന്നത്. ഗൺ വയലൻസ് നടത്തിയത് 2 ചെറുപ്പക്കാരാണ്, ടീനേജേഴ്സ്, 17ഉം 18ഉം വയസ്സുള്ള ആൾക്കാരാണെന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ അവിടെ നിന്ന് ഒത്തിരി മാറി അവരുടെ കാറിൽ തന്നെ അവർ തന്നെ സെൽഫ് ഇഞ്ചുറീസ്, അതായത് അവർ തന്നെ വെടിവെച്ച് ആത്മഹത്യ ചെയ്ത് മരിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെ ഇവർ 2 പേരും വേറെ 3 പേരും. ഇതിനകത്ത് വേറൊരു വലിയൊരു ട്രാജഡി എന്ന് പറഞ്ഞാൽ ഇതൊരു കമ്മ്യൂണിറ്റി സെൻ്ററും കൂടി ആയിരുന്നുകൊണ്ട് അവിടെ ഇഷ്ടംപോലെ ഫാമിലി, ലേഡീസ്, പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇത് വിറ്റ്നസ് ചെയ്യേണ്ടി വന്നു. ഇതിപ്പോൾ ഒരു പോസിബിൾ ഹേറ്റ് ക്രൈമായിട്ടാണ് ഇപ്പം ചാർജ് ചെയ്തിരിക്കുന്നത്. അതായത് ആൻറ്റി ഇസ്ലാമിക് സ്ലോഗൻസും അല്ലെങ്കിൽ അങ്ങനത്തെ ലെറ്റേഴ്സൊക്കെ ആ ഗൺ വയലൻസ് നടത്തിയ അവർ മരിച്ചു കിടന്ന ആ കാറിൽ നിന്ന് കിട്ടിയെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എനിവേ, അമേരിക്കക്കാർക്ക് ഇതൊരു പുത്തരിയല്ല. കാരണം എന്നും ഇവിടെ ഓരോ ഗൺ വയലൻസ് ഉണ്ട്. അപ്പം ദിസ് ഈസ് ജസ്റ്റ് അനദർ ഡേ.